ആ ബോക്സ് പ്രത്യേകം ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി ആ അളവില് കൊണ്ടുപോയി സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നു. ഞാൻ സൈഡിലായപ്പോൾ കൊണ്ടുപോയി നിൽക്കുന്നു. അത് ഫിനിഷാണ്. നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ തടുപ്പും ആ മേലത്തെ ഫ്രെയിം ഇതിനകത്ത് ഈ ഫ്രെയിമാണ് ഇതാ ഇങ്ങനെ ഡബിൾ ചെയ്ത് ആ ഫ്രെയിം മാത്രം ഫിറ്റ് ആവും. സെലക്ട് ചെയ്തിട്ട് എക്സ് എടുത്ത് പുറത്തേക്ക് എടുക്കാം. തിക്നെസ് വാല്യൂ ഒന്ന് കൂട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇട്ടപ്പോൾ തടുപ്പ് കിട്ടും. എന്നിട്ട് ഇതിനുള്ളില് ഈ ഫ്രെയിമിനുള്ളിൽ ഉള്ളിലേക്കുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതായി ഉള്ളിലാണ്. പുറമേ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പെട്ടി പോലെ ഫീൽ. മറ്റേ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് എന്താണ് വിചാരി പുറത്താ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു വൃത്തികേടല്ല വിചാരിക്കുന്നില്ല ഉള്ളിൽ നിന്നൊരു സാധനം ഉള്ളിലേക്ക് വരും. എങ്ങനെയായാലും ഇത് നമുക്ക് ഒരു പാറ്റേൺ പാറ്റേൺ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, സ്ലൈഡ് ജിയിലേക്ക് പോകും, പെൻസിലേക്ക് വന്നു. വീണ്ടും ബട്ടൺസ് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത്തിരി വിട്ടു പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അകന്നു പോകരുത്, ഒത്തിരി വിട്ടു പോകരുത്. ഗ്യാപ്പ് നമുക്ക് ചെയ്യണം. നമുക്ക് ഒത്തിരി ഗ്യാപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. അല്ലേ, അങ്ങനെ പോർഷൻ ചെയ്തു. ഇതിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷെ പൂർണ്ണമായതിനു ശേഷം അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ ജസ്റ്റ് ഇടും. ഇനി എന്ത് ചെയ്യണം, ഒബ്ജക്ട് മോഡിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിന്റെ സെലക്ഷൻ കിടക്കുന്നത് എന്താണ്, ഇവിടെയാണ്. എനിക്ക് ഈ സെലക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ എനിക്ക് ഡോർ നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഈ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അല്ലേ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതിന്റെ കൺട്രോൾ ഓക്കെ. അപ്പൊ എന്തായി സമയത്ത് ശരി. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രീ ചെയ്യാം. 0 വാല്യൂ. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് വാല്യൂവിനെ ബ്ലോക്ക് ചെയ്യാനുള്ള വാല്യൂവിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എത്രമാത്രം അങ്ങോട്ട് വിളിച്ചാലും വളരെ വരും. വാല്യൂ എത്ര വരും അത് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് പഠിക്കുന്നത്. ജസ്റ്റ് അത് ഒരു ചെറിയ സ്റ്റെപ്പാണ്, കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനൊരു ഹാൻഡിൽ വേണം. മുമ്പത്തെ പോലെ ഉപ്പിന്റെ ഷേപ്പിൽ ഓർമ്മ വേണ്ടി ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കൈപിടി പോലും ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ആ നോബിന്റെ ഷേപ്പിൽ തന്നെ ഒരു കൈപിടി ഇങ്ങനെ ഉണ്ടാക്കാം. ഗ്ലോബിന്റെ സബ്മിഷൻസിന്റെ വാല്യൂ 10 ദിവസമാണ്.
അതിനുശേഷം ഫ്രണ്ട് വ്യൂ പോയി ഫേസ് എടുത്ത് ഡ്രാഗ് ചെയ്തു 6 ഇഞ്ച് എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ ഇതിനെടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, മെഷീൻ ഇറക്കുക, ഫോട്ടോ കൊടുക്കുക. ഓക്കെ, അപ്ലൈ. അതുപോലെ സൈഡിലെ ഇത്രയും ഫേസ് സെറ്റ് ചെയ്യുക. എഡ്ജല്ല, ഫേസ് ആണ്. ഇത്രയും ഫേസ് സെറ്റ് ചെയ്യുക. ഒരു എക്സ്ട്രൂഡ് കൊടുക്കുക. ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് 6 ഇഞ്ച് ഏരിയ. ഇപ്പൊ എന്തായി, നമുക്ക് അങ്ങോട്ടേക്കുള്ളൊരു ഫീലായി. ബോർഡ് പോലെ അല്ലേ? ബെല്ലടിച്ചോ? ബ്രേക്ക് ആണോ? ഓക്കെ, ഇതോടെ തീർത്തിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ എത്തി വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുക്കും. കാരണം അവിടെ ഇൻസെർട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞ ഇൻസെർട്ടോടെ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതോടെ വെച്ചു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുത്ത് ഒന്ന് ഫ്രണ്ടിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇൻസെർട്ട് ഒഴിവാക്കി പോയതാണ്. ഇനി അതിലേക്ക് ഇൻസെർട്ട് വരാതിരിക്കാൻ. അതുപോലെ ഈ ഫേസ് ഞാൻ സെലക്ട് ചെയ്ത് ഒരു എക്സ്ട്രൂഡ് കൊടുത്തു, താഴത്തേക്ക് വെച്ചു. വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് ചെയ്ത് താഴത്തേക്ക് വെച്ചു. ഓക്കെ, കഴിഞ്ഞു. ഇതിനെ 3 ഇങ്ങനെ കഴിയും. എന്നിട്ട് ഇതിന് മറുസൈഡിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാണ്. അപ്പൊ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമില്ല. മിറർ മെഷീനകത്ത് നോക്കുക. മെഷീനകത്ത് മിറർ ബോക്സിൽ പോയതിനു ശേഷം മിറർ ബോക്സിൽ പോയിട്ട് ഏതാക്കി നമുക്ക് വൈ ആക്സിസ് വരും. മറുസൈഡിലേക്ക് വഴി. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പിവോട്ട് മതി. നമുക്ക് പിവോട്ട് ഇവിടെ നിൽക്കുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് ഡബ്ല്യു പിവോട്ട് ഇവിടെയല്ല, ഇവിടെ ഡി പ്രസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പിവോട്ട് ആയിട്ട് ഓക്കെ. അതിനുശേഷം ജസ്റ്റ് ഒബ്ജക്ട് മോഡിൽ പോയില്ല, വീണ്ടും മെഷീൻ്റെ അകത്ത് മിറർ എടുത്ത് യൂസ് ചെയ്യാം. മെഷീൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ ഡിലീറ്റ് ആയിട്ട് ഹിസ്റ്ററി കുറേ പോയി. അതിനുശേഷം മെഷീൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് വർക്കാകാത്തതാണ്. ഈ പ്രസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് -180 ഡബ്ല്യു ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റിച്ച് വെച്ചിട്ട് രണ്ടോടും കൂടിയിട്ട് വിഷ്ണു തൂങ്ങുക, കമ്പയും കൊടുക്കുക, ഇതിനെ ചെയ്യണം.